യൂട്യൂബിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് വീഡിയോസിൽ നിന്നാണ് ഒരു ചാനലിന്റെ ഏറ്റവും വലിയ ഗ്രോത്ത് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 1 lakh 1 million ഒക്കെ ഫോളോവേഴ്സിനെ അടിച്ചു പോകാൻ യൂട്യൂബ് ഷോർട്സിലൂടെ സാധിക്കും. ഒരു 3-4 വർഷം മുമ്പ് യൂട്യൂബ് ഷോർട്സ് വരുന്നതിന് മുമ്പ് ഒരു ചാനലിൽ 1 lakh ഫോളോവേഴ്സ് എത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 2 days അല്ലെ 3 days യൂട്യൂബിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിന് കാരണം ഷോർട്ട് വീഡിയോസ് ആണ്. ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ഇട്ട് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഷോർട്ട് വീഡിയോസിൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, യൂട്യൂബ് ഷോർട്സിൽ നിന്ന് ലോങ് വീഡിയോസിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി മുമ്പ് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ആ ഷോർട്ട് വീഡിയോയിലേക്ക് വ്യൂ വരുന്നത്. ഒന്ന്, യൂട്യൂബ് ഷോർട്സ് ഫീഡിൽ നിന്ന് വ്യൂ വരും. 2, യൂട്യൂബ് സെർച്ചിൽ നിന്ന് വ്യൂ വരും. യൂട്യൂബ് സെർച്ചിൽ നിന്ന് ഷോർട്ട് വീഡിയോസിലേക്ക് വരുന്ന വ്യൂവിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേങ്കിൽ ഷോർട്ട് ഫീഡിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂ നമുക്ക് വരുന്നത്. അപ്പോൾ ഷോർട്ട് ഫീഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാം. അതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഷോർട്ട് ഫീഡിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് വ്യൂ കിട്ടാത്തതെന്ന് പറയാം. അതായത് യൂട്യൂബ് നോക്കുന്നത് നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എത്ര നേരം ഷോർട്ട് ഫീഡിൽ ആളുകൾ വാച്ച് ചെയ്തു എന്നുള്ള കാര്യമാണ്. അതായത് വീഡിയോ എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് ഷോർട്ട് വീഡിയോസിന്. അതായത് വാച്ച് ടൈം എത്രയും കൂടുന്നു അത്രയും റെക്കമെൻഡേഷൻ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നമ്മളുടെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ, ആളുകൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ വന്നു, അത് സ്വൈപ്പ് ചെയ്ത് പോയി, അതും ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ആവും. പക്ഷെങ്കിൽ അതിൽ വാച്ച് ടൈം നമുക്ക് കിട്ടുന്നില്ല, എൻഗേജ്മെന്റ് കിട്ടുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മളൊരു 30 സെക്കൻഡുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മിനിമം അതിലൊരു 20 to 25 സെക്കൻഡെങ്കിലും ആളുകൾ എൻഗേജ് ആയിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യണം. ഇങ്ങനെ വീഡിയോ വാച്ച് ചെയ്യപ്പെടുമ്പോൾ യൂട്യൂബ് അൽഗോരിതം അത് നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ വീഡിയോ ലൂപ്പായിട്ട് വീണ്ടും വീണ്ടും ആളുകൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേരവും ആ കാര്യം ഈ അൽഗോരിതം നോട്ട് ചെയ്യുകയും ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് ഷോർട്ട് ഫീഡിലൂടെ വിടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ വീഡിയോ എത്ര നേരം ഒരാളെ കൊണ്ട് കാണിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. വെറുതെ എന്തെങ്കിലും ഈ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ വീഡിയോയിൽ ഒരാളെ നിർത്തുക. അതായത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണും. ചിലപ്പോൾ ഒരു സെക്കൻഡ് ആയിരിക്കും നമ്മുടെ വീഡിയോ അവരെ സ്വൈപ്പിൽ വരുന്നത്. ആ ഒരു സെക്കൻഡിനുള്ളിൽ നമ്മൾ അവരെ ഹുക്കിൽ പിടിച്ചു നിർത്തണം. അതായത് ആദ്യത്തെ 3 സെക്കൻഡ് ഏതൊരു ഷോർട്ട് വീഡിയോസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ 3 സെക്കൻഡിലാണ് ഒരു വ്യൂവർ ആ വീഡിയോ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഹുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക് ആണെന്നുണ്ടെങ്കിൽ ആ 3 സെക്കൻഡ് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്ക് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഫുൾ എൻഗേജ്മെന്റ്, ഫുൾ വാച്ച് ടൈം കിട്ടുകയും അതല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാച്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും വാച്ച് ടൈം കൂടുകയാണ്. അപ്പോൾ അത് യൂട്യൂബ് അൽഗോരിതം ട്രിഗർ ചെയ്യുകയും നമുക്ക് കൂടുതൽ റീച്ചിലേക്ക് ആ വീഡിയോ യൂട്യൂബ് പുഷ് ചെയ്ത് വിടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പലരും ചെയ്യുന്ന ഒരു ട്രിക്കാണ്, പല വീഡിയോകളും നല്ല രീതിയിൽ ഹുക്ക് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലായിരിക്കും ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ആ വീഡിയോ കണ്ട കാര്യം മനസ്സിലാക്കാൻ ആളുകളെ തയ്യാറാക്കണം. കാരണം അത്രയ്ക്കും ആളുകൾക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നുകൂടെ കാണും. ചിലപ്പോൾ 3ാമതും 4ാമതും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് ആ വീഡിയോയിലേക്ക് റീച്ച് വരുന്ന ഒരു രീതി പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പോൾ മുമ്പൊക്കെ സബ്സ്ക്രൈബേഴ്സ് എത്രയും കൂടുന്നു അത്രയും വ്യൂ കിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും യൂട്യൂബിൽ ഒരു രീതിയിലും പ്രയോജനം ചെയ്യുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ചാനലുകളിൽ മില്യൺസ് വ്യൂ വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് മില്യൺസ്, അതേപോലെ തന്നെ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ ലക്ഷക്കണക്കിന് വ്യൂ പോലും കിട്ടാത്ത ചാനലുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം സബ്സ്ക്രൈബേഴ്സ് മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന കോണ്ടന്റ് എന്താണോ ആ കോണ്ടന്റ് ആണ് മാറ്റർ ചെയ്യുന്നത്. അതിൽ എത്രയും എൻഗേജ്മെന്റ്, ഓഡിയൻസ് റിട്ടൻഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് പോകും. ഇനിയും പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് ഒരു 30 to 40 സെക്കൻഡിനുള്ളിലേക്ക് ഒതുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് 3 minutes വരെയുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു 40 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ 3 സെക്കൻഡിനുള്ളിൽ ഒരു നല്ല ഹുക്ക് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ആ ഹുക്ക് ഫോളോ ചെയ്തുകൊണ്ട് ഒരു 20 സെക്കൻഡ് വരെ ആ ഒരു ഓഡിയൻസിനെ, അതായത് ആ വീഡിയോ കാണുന്ന ആളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുശേഷമുള്ള 10 സെക്കൻഡിൽ ആ വീഡിയോ വീണ്ടും കാണാനുള്ള ഒരു
എന്തെങ്കിലും ഒരു സംഭവം കൂടെ നിങ്ങൾ ആ വീഡിയോയിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ വൈറലാകുകയും കൂടുതൽ റീച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരികയും ചെയ്യും. പിന്നെ ഷോർട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഷോർട്ട് വീഡിയോസിൽ പലപ്പോഴും കൂടുതൽ ക്ലിക്ക് ആകുന്നത് കണ്ടിട്ടുള്ളത്. സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് കൊടുക്കുന്നത്, ഓഡിയോ എഫക്റ്റുകൾ കൊടുക്കുന്നത്, ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടായിരിക്കണം ഷോർട്ട് വീഡിയോസിൽ. അതായത് നിങ്ങളുടെ വീഡിയോ ഏത് സെഗ്മെന്റിലുള്ളതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ എഡിറ്റിംഗിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതിനോടൊപ്പം തന്നെ സബ് ടൈറ്റിൽ കൊടുക്കുക, പിന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുക. അതായത് ഷോർട്ട് വീഡിയോസ് നിങ്ങൾ വന്നിട്ട് വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഹുക്ക് വർക്ക് ആകത്തില്ല. മനസ്സിലായി? നിങ്ങൾ നല്ല കണ്ടന്റ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്, പക്ഷെങ്കിൽ ആ തുടക്കത്തിലുള്ള ഹുക്ക് വർക്ക് ആകത്തില്ല നിങ്ങൾ വളരെ എനർജി ഒന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം. പിന്നെ സബ് ടൈറ്റിൽ കൂടുതൽ എൻഗേജ്മെന്റ് നിങ്ങളുടെ വീഡിയോയിലേക്ക് തരും. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എൻഗേജ്മെന്റ് കൂടുതൽ വീഡിയോയിലേക്ക് കിട്ടാൻ അത് സഹായിക്കും. തുടക്കത്തിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് ഫോളോവേഴ്സിനെ കൊണ്ടുവരാനും കുറച്ച് റീച്ചുമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ഓഡിയോയിലും ട്രെൻഡിങ് വീഡിയോയിലും ഒക്കെ നിങ്ങൾക്ക് ഷോർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ടൈം പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12 തൊട്ട് 3 വരെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. അതിനുശേഷം 6 to 9 PM നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ടൈമാണ് ഷോർട്ട് വീഡിയോസിൽ. പിന്നെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. സെയിം ടൈമിൽ, അതായത് ഇന്ന് 7 മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് കണ്ടിന്യൂ 7 o'clock തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ 6 o'clock അല്ലെങ്കിൽ 8 o'clock ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ആരും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്ട് വീഡിയോസിന്റെ SEOയെ കുറിച്ച് പലരും സംശയം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിൽ SEO വലിയ രീതിയിൽ വർക്ക് ആകാറില്ല. പക്ഷെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ സെർച്ചിൽ നിന്നുള്ള വ്യൂ സാധാരണ വരാറുള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള SEO നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് തമ്പനെയിൽ പ്രോപ്പറായിട്ടുള്ളത് കൊടുക്കുക. നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ തന്നെ തമ്പനെയിലുള്ള ഒരു എന്തെങ്കിലും ഒരു തമ്പനെയിൽ ഫോട്ടോ തന്നെ നിങ്ങൾക്കൊരു 2-3 സെക്കൻഡ്സിലേക്ക് വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തമ്പനെയിലായിട്ട് ഷോർട്ട് വീഡിയോയിൽ കൊടുക്കാനായിട്ട് പറ്റും. സാധാരണ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ തമ്പനെയിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്കുള്ളിൽ തന്നെ തമ്പനെയിലുള്ള ആ ഒരു പോർഷനിലൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. രണ്ടാമതായിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള ടൈറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ടൈറ്റിലിനുള്ളിൽ കീവേഡ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകളോടെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കീവേഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ടാഗും കൊടുക്കാം. ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത് യൂട്യൂബിലെ ടാഗ് വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു രീതിയിൽ മാത്രമേ ടാഗ് SEOയിൽ വർക്ക് ആവുന്നുള്ളൂ. അപ്പം ടാഗ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ടാഗ് കൊടുത്തില്ലെങ്കിലും കൊടുത്താലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വീഡിയോയുടെ SEO പെർഫോമൻസിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോയിൽ ഒരിക്കലും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമസ്കാരം, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ രീതിയിൽ ഷോർട്ട് വീഡിയോസ് പറഞ്ഞു തുടങ്ങരുത്. കാരണം അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് വീഡിയോസിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹുക്കിൻ്റെ കാര്യമൊക്കെ. അപ്പം ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ എൻ്റർ ചെയ്തുകൊണ്ട് അവിടെ നിങ്ങളൊരു ഹുക്ക് ഇട്ടുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇൻട്രോ ഒക്കെ കൊടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പം ഈ പറഞ്ഞ 40 സെക്കൻഡിന് പകരം ചിലപ്പോൾ 4 മിനിറ്റ് ആയാലും തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ നിങ്ങൾ ഷോർട്സിന് വേണ്ടി എഴുതി ഉണ്ടാക്കി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബുക്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം മെയിൻ പോയിന്റ്സ് മിസ്സായി പോവുകയും ചെയ്തത് എനിക്ക് വളരെ വലിച്ചു നീട്ടാതെ വീഡിയോ തീർക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്ക്രിപ്റ്റുകൾ ഷോർട്ട് വീഡിയോസിന് എഴുതിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ആ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത ടൈമിനുള്ളിൽ നമുക്ക് ആ വീഡിയോ നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഓഡിയൻസ് നമ്മളെ വിട്ടു പോകാതെ കണ്ടിന്യൂസ് നമ്മുടെ വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോ കാണാനും ഉള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഈ ചലഞ്ചുകളൊക്കെ പലരും ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 90 days ചലഞ്ച്, 60 days ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അതിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 90 daysനുള്ളിൽ കവർ ചെയ്യുമെന്നുള്ള ഒരു തിങ്കിങ് അവരുടെ മനസ്സിൽ വരികയും അവർ അതിനുവേണ്ടി എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ചലഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ അങ്ങനെയുള്ള കണ്ടന്റുകളിലൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ പറയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ആ സംശയങ്ങൾക്കുള്ള മറുപടി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിങ്ങൾ കമൻറ്റ് പിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.